TNT rocks. Digimon rocks. TNT rocks. സിനിമാ താരങ്ങളുടെ ഫോൺ നമ്പറുകൾ. താരങ്ങളുടെ ഫോൺ നമ്പറുകൾ. വില പന്ത് 10 രൂപ. മാത്രം കൊള്ളാലോ. ചേട്ടാ, എനിക്ക് സിനിമാ താരങ്ങളുടെ ഫോൺ നമ്പറുകൾ വേണം. പുസ്തകം 10 രൂപ. ഒരു പേന തരുമോ ചേട്ടാ? ഒരു കഷ്ണം കടലാസ് തരുമോ ചേട്ടാ? ബുക്ക്. താങ്ക് യു. നിനക്ക് പുസ്തകം വേണ്ടേ? പിന്നെ സിനിമാ താരങ്ങളെ വിളിച്ച് നേരം കളയാനല്ലേ എനിക്ക് സമയമുള്ളു. എനിക്ക് മോഹൻലാലിന്റെ നമ്പർ വേണമായിരുന്നു, അത് കിട്ടി. താങ്ക് യു. താങ്കൾ വിളിക്കാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടിരിക്കുന്നു. എന്റെ കുടുംബം വഴിയാധാരാക്കിയിട്ട് സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുക. എന്നെങ്കിലും എനിക്ക് ലൈനിൽ കിട്ടും. എന്താടാ ടിൻഡു, മൊബൈലും എന്താ പിറുപിറുക്കുന്നത്? ഞാൻ നമ്മുടെ മോഹൻലാൽ ചേട്ടനെ ഒന്ന് വിളിക്കാൻ നോക്കിയതാ, പക്ഷെ കിട്ടുന്നില്ല. മോഹൻലാലിനെയോ? പുള്ളി നിനക്ക് പരിചയമുണ്ടോ? അങ്ങനെ പരിചയമില്ലാത്ത ആരാടോ നമ്മുടെ രാജ്യത്തുള്ള മണ്ടൻ. ഒന്നുമില്ല. നീ എന്തു പറയാനാ വിളിച്ചത്? 2 ചീത്ത പറയാൻ. അയ്യോ, ലാലേട്ടനെ ചീത്ത പറയാനോ? ദേ, ഫാൻസുകാർ കേൾക്കണ്ട, നിന്നെ തല്ലി ഓടിക്കും. എന്താടാ പ്രശ്നം? അങ്ങേരുടെ വാക്ക് വിശ്വസിച്ച് എന്റെ അച്ഛൻ ആകെ നശിച്ചു പോയടാ ദീപു. ദേ, അനാവശ്യം പറയല്ലേ. നിനക്ക് വട്ടല്ല ദീപു. 1 മാസം മുമ്പേ രാവിലെ ഞാനും എന്റെ അച്ഛനും TV കണ്ടോണ്ടിരിക്കായിരുന്നു. അപ്പോഴാണ് ലാലേട്ട എലിബാർ ജ്വല്ലറിയുടെ പരസ്യത്ത് പറയുന്നത് അവിടുന്ന് പൊന്നു വാങ്ങണം, അത് വളരെ കേമാണെന്ന്. എന്നിട്ടോ ഉച്ചയായപ്പോ അതേ TVയില് അതേ ചാനലില് മോഹൻലാൽ തന്നെ പറയുക, വീട്ടിൽ സ്വർണം വെച്ച് വെറുതെ നാട്ടി തെണ്ടി നടക്കാതെ കൊണ്ടുപോയി പണയം വെക്കാൻ. അച്ഛൻ എന്തു ചെയ്തു? അച്ഛനാരാ മോൻ. അപ്പൊ തന്നെ സ്വർണം മുഴുവൻ എടുത്ത് മറ്റേപ്പുറം ഫൈനാൻസിൽ കൊണ്ടുപോയി വെച്ച് കാശ് വാങ്ങി. വൈകുന്നേരം ആയപ്പോഴല്ലടാ ദീപു സംഗതി പ്രശ്നമായത്. എന്തു പറ്റി? എന്ത് പ്രശ്ന? വൈകുന്നേരം ആയപ്പോ TVയിലിരുന്ന് ലാലേട്ടനൊരു ചോദ്യം, വൈകിട്ട് എന്താ പരിപാടിന്ന്. കേട്ട പാതി കേൾക്കാത്ത പാതി അച്ഛൻ അറിഞ്ഞ ഒരു ഓട്ടം. എവിടേക്ക്? ബാറിലേക്ക്. ആ കാശ് മുഴുവൻ വെള്ളടിച്ച് തീർത്തു. അങ്ങനെ ലേനി കിട്ടട്ടെ. ഇതെന്ത് പണിയാന്ന് ചോദിക്കണല്ലോ. Digimon rocks.